11:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാനും വരണം. ഗൈസ്, ഇവിടെ നോക്കിയാൽ കാണാം ടിക്കറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മൺഡേ ഹോളിഡേ ആണ്, അങ്ങനെയൊക്കെയാണ്. ഇതാണ് എൻട്രൻസ്. ഫാമിലി ടിക്കറ്റ്. അതിൻ്റെ ഇത് റേറ്റ് എങ്ങനെയെന്നുള്ള അവിടെ എന്താ കാണിച്ചു. ഗൈസ്, പിന്നെ ടിക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ആൻഡ് നമുക്ക് ബാഗ് ഒന്നും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഒന്ന് പിടിച്ചു. ബാഗല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. ബാഗ് കൊണ്ടുപോയിട്ടില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ബേർഡ്സിൻ്റെ അടുത്താണല്ലോ. മോതിര തത്ത. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. 80 വയസ്സ് വരെ ജീവിച്ചു. ജാക്ക് ഫ്രൂട്ട് ട്രീ. തത്തനെ ഒന്നും നേരെ കാണാനില്ല. അലക്സാൻഡ്രിൻ പാരാക്കീറ്റ്. ഓ, പഞ്ചവർണ്ണ തത്തയ്ക്കാണ് മാതിരി പേര്. പക്ഷേ ഈ നെറ്റിനുള്ളിൽ കൂടെ നേരെ കാണാൻ അതിൻ്റെ മുകളിലെങ്ങാണ്ട് ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. അതാണ് സംഭവം. And many flowers, I mean plants. And ostriches. അയ്യോ, ഓസ്ട്രിച്ച് എന്ന് പറയുമ്പോൾ ജുമാൻജി ഓർമ്മ വരുന്നത്. രേഹല്ല, റിയ. തൊപ്പിയാറ്റി കൊടുത്തല്ല. വീഡിയോ കണ്ടപ്പോഴേക്കും ചിരിച്ചോട്. അടുത്തു എടുക്കാൻ പറ്റില്ല. ഓസ്ട്രിച്ചസ്, സോറി, റിയ എന്നാണ് ഈ ഒരു ഇവരുടെ പേര്. റിയ അമേരിക്കാന.
ഇത് വന്നിട്ട് വൈറ്റ് നെക്ഡ് സ്റ്റോക്ക് കരിങ്കൊക്ക്. ഞങ്ങൾ ഇടിച്ച് കൊക്ക് കരിങ്കൊക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഗ്രി പ്ലസ് ടു ബയോളജി സ്റ്റുഡൻസിനൊക്കെ നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം നല്ല വെറൈറ്റി ആനിമൽസൊക്കെ ഉണ്ട്. ബ്ലാക്ക് ആയിട്ട് ചക്കിപ്പരുന്ത് ഇവിടെയാണ് ആള്. അതിൻ്റെ അപ്പുറത്ത് മൂങ്ങനോ അല്ല ഔളല്ലേ കൂമനോ. കാണിച്ചു കൊടുത്തു. ഒറിജിനൽ അല്ല ഗൈസ്, കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് റിയലി റിയലി ബ്യൂട്ടിഫുൾ. ഫ്ലവേഴ്സ്. ഫ്ലവറൊന്നും കാണാനേ ഇല്ല. ഈ ഫ്ലവേഴ്സ് ആയിരിക്കും. നമ്മളെന്തോ ഒരു സിദ്ധാന്തം പഠിക്കണം. ഡാർവിൻ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ ബീക്കൊക്കെ വരയ്ക്കാൻ പഠിച്ചായിരുന്നു. സോ അതേപോലെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്യൂട്ടായിട്ടുണ്ട്. ചെന്നായ ഇതൊന്നും എഴുതിച്ചിട്ടില്ല. ചെന്നായ ആണെന്ന് തോന്നുന്നു. കുറുക്കനോ? കേരളത്തിലാണോ ഇന്ത്യയിലാണോ? ഇതെന്താ ഓഫീസ് സംതിങ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് മ്യൂസിയം. ഓക്കെ, നമുക്ക് സൂ കംപ്ലീറ്റ് ആയിട്ട് മ്യൂസിയത്തിലേക്ക് വരാം. കൊമ്പുള്ളതില്ലാത്തൊക്കെ ഉണ്ട് ഗൈസ്. മേ ബി ഗേൾസ് അങ്ങനെ എന്തെങ്കിലും ആണോ? നോക്ക് ഗൈസ്, എത്ര വലുതാ നോക്കിയേ. പിടിക്കാൻ പോകുന്നു. പേടി റെവലേഷൻ ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ഒരുപാട് എണ്ണം ഉണ്ട് ഗൈസ്. അടുത്ത് നമ്മളെ ഹിപ്പോപ്പൊട്ടാമസിനെയാണ് കാണാൻ പോകുന്നത്. ഹിപ്പോപ്പൊട്ടാമസും കലമാൻ, സമ്പർ ഡിയർ. ഇതാണ് കലമാൻ. ഡിയർ ഒരു ഹേർഡായിട്ടാണ് കാണുന്നത്. ക്യാമിൽ നേരെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഒരു ഹേർഡായിട്ടാണ് ഇരിക്കുന്നത്, ലൈക്ക് നിൽക്കുന്നത്. ഇവിടെ 2-3 പേര് അതിന് ആ ഒരു അവിടെ ആയിട്ട് എല്ലാവരും റെസ്റ്റ് ചെയ്യുക. മേ ബി ഉച്ച സമയമാണ്, അതുകൊണ്ടായിരിക്കും. ഗൈസ് ഇത് നോക്കിയേ, കുളിക്കാൻ ഇറങ്ങിയ ഒരു മാൻ. അയ്യോ, ഭയങ്കര വേസ്റ്റ് വെള്ളത്തിലാണ് കിടക്കുന്നത്. നോക്ക് ഗൈസ്, ചളിയിൽ ഫുൾ കംപ്ലീറ്റ്ലി ആയിട്ട് കൊമ്പിലടക്കം ചളിയാ. ഓക്കെ, ഒരു കൊമ്പ് പോയിരിക്കുവാണല്ലോ. ഇത് വേറെ വെറൈറ്റി മാനാണ്. അതിൻ്റെ കൊമ്പിൽ ഡിഫറൻസ് ഉണ്ട്. അടിപൊളി. ഉറങ്ങാണ് വെയിലാണ്.
അതിൻ്റെ ഉള്ളിലുണ്ട് അശോക ട്രീ ഫാബേസിയെ ഫാമിലി. നമ്മൾ ഹിന്ദിയിലൊക്കെ അശോക മരത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? മലയാളം സെക്കൻഡിലൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നു. പാർക്കിലോട്ടാണ് നെക്സ്റ്റ് പോകാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് ഒരു കുഞ്ഞുകുട്ടിയും ഒരു വലിയ കുട്ടിയുള്ളത്, രണ്ടൊക്കെ കയറാൻ പറ്റാത്തതുകൊണ്ട് ലവ് ബേർഡ്സ്. മെസുനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഗൈസ്. ഇത് 10 വയസ്സിന് ഉള്ളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫുള്ളി ഫ്രീ. നമുക്കിങ്ങനെ കാണാം, കുഴപ്പമില്ല, കാണാം. ഉച്ച സമയമായതുകൊണ്ട് വെള്ളം ഉച്ച സമയത്ത് വന്നാൽ വെയിലൊരു പ്രോബ്ലമാണ്, ചൂടൊരു പ്രോബ്ലമാണ്, വെള്ളമൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു എസ്തറ്റിക് ബട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു കുളമാണെന്ന് തോന്നുന്നു. റോസി പെല്ലിക്കൻ, വെള്ള പെല്ലിക്കൻ. ആളെ കാണാനില്ല കേട്ടോ. അവിടെ അറ്റത്തുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ മൈൻഡിൽ മാൻ എന്ന് പറഞ്ഞാൽ. മറ്റത് കാണണമെന്ന് മാനായിട്ട് പുതിയ നോളജായിരുന്നു. അവിടെയുള്ള കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ അവിടെ ഉണ്ട്. പ്രാവുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ഓസ്ട്രിച്ച്. ഓ, എമ്മു ആണ് കേട്ടോ. ഹലോ എമ്മു. എമ്മു ആണ് ഇവിടെ എമ്മുവിൻ്റെ ഫുഡൊക്കെ പ്രാവ് കഴിക്കുന്ന കൈസ്. വിശാല മനസ്സാണ് ഇത്. മർജ് ചെയ്തിട്ടാണ് കേട്ടോ പലയിടത്തും മ്യൂസിയം. നമുക്ക് നോക്കാം, മ്യൂസിയം നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോ, അല്ലെങ്കിൽ അടുത്ത വീഡിയോ കേട്ടോ. ഓ, പുതിയൊരു ആനിമല് ടുട്ടു. അടിപൊളി. പക്ഷെ ആളെ നേരെ കാണാനില്ല, അവിടെയാണ്. കണ്ടോ അതിന്റെ മേത്തൊക്കെ എന്താ ഏറ്റവും വലുതാണ്. എന്തോ രോഗം പിടിച്ചോന്നും അറിയില്ല. ഒരു റൈനോയും അല്ല, പശുവല്ല, രണ്ട് ഒക്കെപ്പാടെ ഒരു മിക്സ്. പക്ഷെ പുതിയൊരു ആനിമൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആളാണ് കടുവ. പുലി ഗൈസ്. സിംഹമുണ്ട്. ഇതാ ഫുഡ് കണ്ടോ? ഇറച്ചി പീസ്, ബീഫാ. സിംഹം റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. നമുക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്താലോ? അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് സിംഹത്തിന് നേരി കാണുന്നത്. പുലി മുറിക്കണേ ഉണ്ടാക്കി മാറ്റാൻ. കടുവനെ കൊടുക്കുന്ന പുലി. ഇത് പുലിയാണോ ഇത് കടുവയാണോ? ഓ, എന്ത് വലുതാ നോക്കിയേ. ഇതൊക്കെ ടെറിട്ടോറിയൽ ആനിമൽസ് അല്ലേ? ഇതിനെങ്ങനെ കേജ് ചെയ്താല് കേജ് ചെയ്യാൻ പാടുണ്ടോ? അതിന്റെ ഫുഡും ബീഫ് തന്നെ. അതിന്റെ ഫുഡ് ബീഫ്. ഇവരൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യൂലേ? അയ്യോ, ഇറച്ചി അവിടെ കൊണ്ട് വെച്ചുകൊടുക്കുന്നതിന്റെ ധൈര്യം സംഭവിക്കുന്നു. ഇറച്ചി വെച്ചെടുക്കുന്നില്ല, അവരുടെ ട്രെയിനേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ എറിഞ്ഞു കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ടും എന്താ കഴിക്കാത്തേ? ഗൈസ്, ഇതാണ് പാന്തേറ പാറസ്. പുള്ളിപ്പുല്ലിയും ഗൈസ്, ഇത്
മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, ഇത് കേജിലാണ്. അതുകൊണ്ട് വീഡിയോയിലും നേരെ കാണുന്നില്ല. നമുക്ക് നേരെ കുഴപ്പമില്ല, കുറച്ച് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഫോട്ടോ ഒന്നും നേരെ കിട്ടുന്നില്ല കേജിലായതുകൊണ്ട്. അതൊന്നും 1 കേജല്ല, 2 കേജിൻ്റെ ഉള്ളിലാണ്. ഞങ്ങളെ കണ്ടറിയാം, വേർത്ത് കുളിച്ച് ഇയാളൊക്കത്തുനിന്ന് പോകുന്നില്ല. നമ്മുടെ ബോറടി മാറ്റാൻ വേണ്ടി വളരെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. വെരി ആക്റ്റീവ് പീപ്പിൾ. മഴ പെയ്യും. അവരുള്ളിൽ പോകുമല്ലോ അല്ലേ. ഹായ്, ഹലോ, ഹായ്. ഓക്കെ, ആൻഡ് ഏരിയ ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ലയണിനെയും ടൈഗറിനെയും ലെപ്പേർഡ് അങ്ങനെയുള്ളവരൊക്കെ കാണുന്നേ. ഓ മൈ ഗോഡ്, ഞങ്ങളിങ്ങനെ പറയായിരുന്നു, അവരെ അടുത്തെത്തുമ്പോഴാണ് ഒരു എനർജി. ലൈക്ക് അവരുടെ ഒരാൾ മാത്രമേ ആക്റ്റീവ് ഉള്ളൂ, പക്ഷെ എല്ലാവരും ഉറങ്ങുക. ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ദേ ഹാവ് ലോട്ട് ഓഫ് ബീഫ്. കുറേ ബീഫൊക്കെ വെച്ചിട്ടുണ്ട്, അവർ കഴിക്കുന്നൊന്നുമില്ല. ആൻഡ് ദേ ആർ നോട്ട് ആക്റ്റീവ്. ഒരാളെ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ എന്തോ ആയിട്ട് ആളെ കൊണ്ടുപോയി. എനിക്ക് വിഷമമായി, ഞാൻ നേരെ കണ്ടില്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്രോക്കഡൈൽ. കാണുന്നുണ്ടോ? എല്ലാവരും ലേസി ആയിട്ടിരിക്കാം. ഈ ഒരു സമയത്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല കേട്ടോ. കുറച്ചും കൂടി ആക്റ്റീവ് ആനിമൽസ് ആണ് ഇവരൊക്കെ. പക്ഷേ ഒരു ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് തന്നെ ഉള്ളൂ. ഒരു 3 മണി വേണ്ട. പക്ഷെ ഇത് പക്ക നമ്മൾ സിനിമയിലൊന്നും കണ്ട അതേപോലെയല്ല. എൻ്റെ ആ ഹെഡ്, കണ്ണിൻ്റെ ആ ഭാഗത്തൊക്കെ ഡിഫറൻസ് ഉണ്ട്. കണ്ടോ കേട്ടോ, ഇത് നോർമൽ അല്ല, ഇത് മീൻ മുതലാണ്. 35 years. അതാ ഞാൻ പറഞ്ഞത്, ഇത് നോർമൽ നമ്മൾ സിനിമയിലൊന്നും കാണുന്ന പോലത്തെ അല്ല സംഭവം. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് മീൻ മുതലാന്ന് പറഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി എൻ്റെ മൈൻഡിലോട്ട് വരുന്ന സാധനം ഈസ് സ്നേക്ക്. ഓക്കെ, ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ്, ബട്ട് ലെറ്റ്സ് സീ. This is common crane. Guys, സ്നേക്ക് അടക്കം ഉറങ്ങാണ്. നിങ്ങൾ വരുന്ന സമയത്ത് ഈവനിങ്ങോ മോർണിംഗോ ഒക്കെ സെലക്ട് ചെയ്തത്. അതെവിടെയാണ് കണ്ടോ നിങ്ങൾ? ഇത് ആ മുക്കില്. കുറച്ച് സ്പോട്സ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പീകോക്ക്, അങ്ങനത്തെ കുറച്ച് അനിമൽസിനെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറയാം, ഒരു പാറ്റേണിൽ നമ്മൾ പോകണം, എന്നാലാണ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് സൂ. ഓക്കെ, തൃശ്ശൂർ സൂ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, that's it for today's video. Thank you and bye bye. Okay.